ഓഫ് ഡേ ആയിട്ട് വീട്ടിൽ ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് പിള്ളേരെയും കെട്ടിപ്പിറകി കുടുംബ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്പലത്തിലൊന്ന് കയറണം. പിന്നെ വീഡിയോ ആയതുകൊണ്ട് വേണമെങ്കിൽ പറയാം തറവാട്ടിലേക്ക് പോകുന്നത്. ചുമ്മാ അമ്മേനെയും വിളിച്ചിറക്കി, കല്ലു ഉറങ്ങിക്കിടന്ന കല്ലുവിനെയും വിളിച്ചിറക്കി വാ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങ് നന്ദിയോട് കൊണ്ടുപോകണം കേട്ടോ. അമ്പലത്തിലും ഒന്ന് കയറണം, നന്ദിയോട് വീട്ടിലും ഒന്ന് പോകണം. അപ്പോൾ വണ്ടി കയറിയ പാടെ രണ്ടും നല്ല ഉറക്കമായി. ഇതിന് രണ്ടിനും ഒരേ സ്വഭാവമാണ് കേട്ടോ. ചെന്ന പാടെ നന്ദിയോട് പൂക്കടയിൽ നിന്ന് കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ആലമ്പാറ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ദേവീക്ഷേത്രമാണ്. ഞാനും പിന്നെ കുറച്ച് പൂവെടുത്ത് വെച്ചിട്ട് ദേവിക്ക് കൊടുക്കാനുള്ള പൂവൊക്കെ എടുത്ത് നേരെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഞാനും അമ്മയും കുട്ടികളും മാത്രമേ അമ്പലത്തിൽ കയറുന്നുള്ളൂ. കല്ലു ആക്ച്വലി ഇന്ന് പ്ലാനിലേ ഇല്ലായിരുന്നു. പിന്നെ വണ്ടി എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് പ്രോ ഡ്രൈവറാണല്ലോ ഞങ്ങളുടെ. പിന്നെ ഗണപതിക്കടിച്ച് തേങ്ങയിൽ നിന്ന് എടുത്തിട്ട് നിങ്ങളിങ്ങനെ കഴിക്കാറുണ്ടോ? എന്തായാലും എൻ്റെയും കല്ലുവിൻ്റെയും ഇഷ്ടപ്പെട്ട ഫുഡാണ് കേട്ടോ ഈ തേങ്ങ ഇരുന്ന് കരണ്ട് തിന്നണത്. പണ്ട് എത്ര അടി കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല തേങ്ങ ഇങ്ങനെ കരണ്ട് തിന്നതിന്. പിന്നെ നേരെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയത്. ചേച്ചിയുടെ വീട് നന്ദിയോടാണ്, അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ അവിടുത്തെ ചേച്ചി ഞങ്ങൾക്ക് ചിനി ചേച്ചി ഇവിടെ ഇല്ല, അറിയാമല്ലോ. അവിടുത്തെ ചേച്ചി ചായയൊക്കെ ഇട്ടിരുന്നു. ചായയൊക്കെ കുടിച്ച് ലേറ്റ് നൈറ്റാണ് കേട്ടോ വീട്ടിലേക്ക് മടങ്ങിയത്. അങ്ങനെ അന്നത്തെ ഹോളിഡേ